കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ വൻ ക്രമക്കേട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 49 കോടി രൂപ നഷ്ടമെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി തോന്നും പോലെ വായ്പകൾ നൽകിയതാണ് നഷ്ടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. KPCC സെക്രട്ടറിയും നിലവിലെ ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സണുമായ MP ജാക്സൺ ചെയർമാനായിരുന്ന ബാങ്കിലാണ് സാമ്പത്തികമായ ക്രമക്കേട് നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, വ്യാപകമായ ഒരു ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, 2025-26 വർഷത്തെ സാമ്പത്തിക ഓഡിറ്റിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ വൻ സാമ്പത്തിക ക്രമക്കേടാണ് കഴിഞ്ഞ 36 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ളത് എന്ന് തെളിയിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഈ പലർക്കും ആവശ്യമായിട്ടുള്ള രേഖകളൊന്നും വാങ്ങാതെ ബാങ്ക് വായ്പ തരപ്പെടുത്തി നൽകി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. 49 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള ക്രമക്കേടാണ് ഈ കഴിഞ്ഞ 2025-26 വർഷം മാത്രം ഈ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ 36 വർഷമായിട്ട് നിലവിലെ KPCC സെക്രട്ടറി അതേപോലെ തന്നെ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനുമായിട്ടുള്ള MP ജാക്സൺ ആണ് ബാങ്കിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഈ കാലയളവിൽ കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും വഴിവിട്ട ഇടപാടിലൂടെ അല്ലെ വഴിവിട്ട രീതിയിൽ ലോണുകൾ തരപ്പെടുത്തി കൊടുത്തത്, സമ്പത്ത് തരപ്പെടുത്തി കൊടുത്തതിലൂടെയാണ് ബാങ്ക് ഈ കടക്കണിയിലേക്ക് കടന്നിട്ടുള്ളത്, കടക്കണിയിലേക്ക് പതിച്ചിട്ടുള്ളതെന്നാണ് ഈ ഒരു സാമ്പത്തിക റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഈ ബാങ്ക് ഒരു ലോൺ കൊടുക്കണമെങ്കിൽ സാധാരണ നിലയിൽ അവരുടെ ഭൂരേഖകളടക്കം ആധാരമടക്കം വാങ്ങി വെക്കേണ്ടതാണ് അതിൻ്റെ ഒരു രീതി. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഈ ഫോട്ടോസ്റ്റാറ്റിന്റെ ഒക്കെ പിൻബലത്തിൽ പോലും ഈ ITU ബാങ്കിൽ നിന്ന് ഇത്തരത്തിലുള്ള ലോണുകൾ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് തരപ്പെടുത്തി കൊടുത്തു എന്നുള്ള ഒരു കണ്ടെത്തലാണ് നടത്തിയിട്ടുള്ളത്. ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതെന്നാണ്. സാധാരണ ഈ ഇത്തരത്തിലുള്ള രേഖകൾ കയ്യിലുണ്ടെങ്കിൽ, ആധാരമടക്കമുള്ള മുന്നാധാരമടക്കമുള്ള പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കാവുള്ളൂ എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചട്ടങ്ങളും കാറ്റിൽപ്പറത്തിക്കൊണ്ടാണ് വ്യാപകമായ ക്രമക്കേട് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ നടന്നിരിക്കുന്നത്. 49 കോടി രൂപയാണ് നഷ്ടം എന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ തോന്നുംപടി വായ്പകൾ നൽകിയത് ഇത്രയും വലിയ നഷ്ടത്തിലേക്ക് ബാങ്കിനെ എത്തിച്ചു എന്നും വിലയിരുത്തൽ ഉണ്ട്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.